അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ സുഖാണ്, റാത്താണ്. എന്താ പാടെ? എവിടെ മറ്റൊക്കെ അവിടെ ഒരു സ്ഥലത്ത് പോണ് പുറത്തു പോയത്. ശരി. എന്തെങ്കിലും പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് സാധനം കമ്പ്യൂട്ടർ കയറ്റാണ്ടേ. നമ്മളെ സാധ്യന്റെ പോയിന്റ് ഇതിന്റെ ഒക്കെ അത് കയറ്റിക്കാണ്ട് അത് പോകാൻ നേരിട്ട്. അപ്പൊ ഒരു 2-3 കസ്റ്റമർ വന്നും ചെയ്ത്. ശരി. സാധ്യന്റെ സാധനമൊക്കെ കുറവാണല്ലോ, സാധനങ്ങളൊക്കെ. ഇല്ല, അത് ബാക്കിയുള്ള നാളെ വരാന്ന് അറിഞ്ഞിട്ടുണ്ട്. അവരെന്ത് കമ്പനി ബന്ധു ആള് ആണിങ്ങോട്ട് മാറി എന്നുള്ളത്. ശരി. നാളെ ഇറക്കാന്ന് അറിയുന്നത്. സാധനം ഫുള്ളാക്കിയണ്ടേ കേട്ടോ. തമ്പല്ലേ തമ്പ ചെയ്യുന്ന. പിന്നെന്താ സാധനങ്ങളൊന്നും കുറവൊന്നുമില്ലല്ലോ? ഇല്ല, സാധനങ്ങളൊക്കെ നാളെ വരാന്ന് പറഞ്ഞു. നാട്ടിലൊക്കെ വിളിച്ചിനോ? എന്താ കുട്ടികളൊക്കെ വരോ? മോളെ പഠിപ്പൊക്കെ ഉഷാറല്ലേ? എന്താ ആവശ്യങ്ങളൊക്കെ ഉണ്ടേലും പറയണ്ടേ. ഞാൻ പോയാലോ? നിങ്ങള് സ്ഥലക്ക് പോയിക്കോളി. ഞാൻ പോകാൻ നിൽക്കണം. ഇത് ഈ പറ്റിയത് തീർന്നില്ല. ഇല്ല, അത് തരാൻ എന്റെ മിക്സിഡന്റ് ആണ്. അടുത്ത കിട്ടും. ഇതും നമുക്ക് കിട്ടണ പൈസ തന്നെയാണ്. ഇതുപോലെ ഇത് മറ്റേ ഇപ്പം കൊണ്ടേതാണ് ഇതുള്ളത്. പാകിസ്ഥാന്റെ പോലോ ഓനൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? കിട്ടാത്തൊക്കെ കുറച്ചാളേ. ഇത് റൂമിന്റെ പൈസ എന്താ എത്ര? നമ്മളെ മെസ്സിന് ഒരുപാട് നല്ല സംഖ്യ ആയല്ലോ. പിന്നെ ഞങ്ങള് വെബ്സും കാര്യങ്ങളൊക്കെ എങ്ങനാ? വെബ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞതല്ലേ. 5,000 റിയാൽ ഉണ്ടല്ലോ. റൂമ് കൊണ്ടുപോയത് ഞാൻ പ്രിന്റ് എടുത്തരാം. അല്ല, പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൈസ കുറയൊന്നും ഇല്ലല്ലോ അസ്രഭായേ. അല്ലോ, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നില്ലേ? എന്താണ് ഏകദേശം ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ഇപ്പൊ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ. സാധനങ്ങളൊക്കെ ആദ്യം തന്നെ അവർക്ക് ഇഷ്ടമുള്ള മാതിരി ചിലപ്പോ ഞാനെടുക്കും. ഒരു കൺട്രോൾ ഇല്ലാതെ. അല്ല, എടുക്കാൻ പറഞ്ഞത് അറിഞ്ഞിട്ടില്ല. അതിപ്പോ നിങ്ങള് ഭക്ഷണം കഴിക്കണതല്ലേ, ഞാൻ അതിനും വേണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങളിപ്പോ ആവശ്യത്തിന് കൊണ്ടുപോയി തിന്നുള്ള. ഇത് ഓരോ ദിവസങ്ങള് പിന്നെ ആ 2.50 പെപ്സി നോക്കിയാണ്ടാണ് നിങ്ങള് 5 പെപ്സി 3 പെപ്സി 8 പെപ്സി ഒക്കെ കൊണ്ടുപോയ ദിവസങ്ങളുണ്ടല്ലോ. നിങ്ങൾ ആകെ 10 ആളുകൾ നിങ്ങളുടെ റൂമിലുണ്ട്. ഈ 10 ആളും ഡെയിലി ഇങ്ങനെ പറഞ്ഞ മാതിരി എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വേറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വരുമ്പോ തന്നെ ഒന്ന് കാര്യങ്ങളൊന്ന് ഇതാക്കി പറയാം. അഷ്റഫായി, ഞാനിപ്പോ എങ്ങനെ ഞാനിപ്പോ ഈ കട കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മെച്ചപ്പെട്ടതും മറ്റുള്ള കടകളൊക്കെ തുടങ്ങിയതൊക്കെ നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിനെ പറ്റി ഒന്നും പറയാത്തത്. പിന്നെ ഭക്ഷണല്ലേ, ഭക്ഷണം കഴിക്കുക. നമ്മളൊക്കെ അധ്വാനിക്കാൻ വന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കും ഭക്ഷണം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാടും വീടും വിട്ടിങ്ങോട്ട് പോരൂല. നിങ്ങൾ ഇവിടെ അധ്വാനിക്കണേ നിങ്ങളെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവരോടും കൂടി ഒന്ന് പറയാ. കാരണം ഞാൻ പറയുമ്പോ അവര് വേറെ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഉദ്ദേശിക്കണതല്ല. ഞാന് നോക്കി ഈ ദിവസം നിങ്ങൾ 3 പെപ്സി എടുത്തിക്കണേ. ഇത് എടുത്തിക്കണത് 8 പെപ്സിയാണ്. ഇതിൽ എടുത്തിക്കണത് 4 പെപ്സിയാണ്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആഴ്ചയിലൊരു ദിവസം നിങ്ങൾ വല്ല ബിരിയാണിയോ അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾക്ക് വലിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാം. സംഗതി എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇത് ഇവിടെ കുറച്ച് ഞാനിപ്പോ 5-8 സ്ഥലത്ത് നിന്ന ആൾ തന്നെയാണ് ഞാൻ. ഓരോരോ മലയാളിമാരെ പ്രത്യേകമായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാനായിട്ട് പറയുമ്പോഴേ മലയാളിയുടെ ആളാണ് ഇതാണെന്ന് അറിയാം. ഇതിനെ കുറ്റപ്പെടും. അല്ല, ഇതിലെന്താ പറയാ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ വരുത്താറുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അതിലും ഒരു മടി അറിഞ്ഞിട്ട് ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ വെച്ചിട്ട് ഞാൻ ഒന്നോട് പറഞ്ഞോളാം. നമുക്ക് പറയാനല്ലേ കഴിയുള്ളൂ. അപ്പൊ ഇനി ആശ്രമായി ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ഇവിടെ വില്ലടിച്ചു കൊടുക്കുമ്പോ പെപ്സി ഓരോരുത്തരും ഓരോന്ന് എടുക്കുമ്പോ വലിയൊരു പെപ്സി എടുത്തോളി കേട്ടോ. ആ 2.5 ലിറ്ററിന്റെ പെപ്സി എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുടിക്കാം. ഇതിങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതേമാതിരി ഭക്ഷണം വേസ്റ്റ് ആക്കി. നിങ്ങൾ റൂമിലൊക്കെ നല്ല ഭക്ഷണം വേസ്റ്റ് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെറിയൊരു സൂചന എനിക്ക് കിട്ടിയാണ്. അത് പിന്നെ നിങ്ങളും പഠിച്ചോനായിട്ട് ആയിക്കോളി. നിങ്ങള് ഭക്ഷണം വെച്ചാണ്ട് നിങ്ങൾ കളയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളും പഠിച്ചോനായിട്ടാവും. അല്ല, ഞാൻ ആരും കുറ്റപ്പെടുത്താനില്ല. കുറ്റപ്പെടുത്താന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ തന്നെ എല്ലാവർക്കും അറിയും ചെയ്യാം. അവരും കൂടി ഒന്ന് കണ്ടറിയണം. ഞാനായിട്ട് പറയുമ്പോഴേ അത് നിങ്ങളോട് തന്നെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. കുറ്റപ്പെടുത്താൻ തന്നെ എനിക്കിപ്പോ നിങ്ങളോടെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ പറഞ്ഞിട്ട് നിങ്ങളാണ് ഇവിടുത്തെ ഇതിന്റെ ഒരു നോക്കി നടത്തുന്ന ആള്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ ഏതായാലും വരാം കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾ വിഷമം വിചാരിക്കരുത്, ഒരു വിഷമം വിചാരിക്കരുത്. നിങ്ങളുടെ നാട്
ഇത് നിന്നെങ്കിലേ നമുക്ക് നിങ്ങളായിട്ട് ശമ്പളം ചോദിക്കാനും ഒരു പണിയുള്ളതൊക്കെ ഉള്ളത്. ഞാനെന്നല്ല എല്ലാവർക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഡെയിലി ഓരോ എടുക്കണം ഞാൻ. കാരണം നമുക്ക് ഇത് നിന്നെങ്കിലേ ശമ്പളവും കാര്യങ്ങളും കിട്ടുള്ളൂ. നിങ്ങൾക്കാട്ടി ആവശ്യവും ഞങ്ങൾക്കാണ് അവരും കൂടെ ഒന്ന് കണ്ടറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളോട് പറയണം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയിട്ടോ. ആയിക്കോട്ടെ. അതെ മലയാളി വന്നാണ്ട് ചൂടായതല്ല സംഭവം, യഥാർത്ഥാണ്. എന്ത് റൂമൊക്കെ മെസ്സിന്റെ ബില്ല് നല്ല സംഖ്യ വന്നിട്ടുണ്ട്. ലക്ഷമൊക്കെ എത്രയായി മാസം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥം ഞാനിപ്പോ അന്വേഷിച്ച് ചൂടായ കാര്യങ്ങളല്ല. ഞാനിപ്പോ 8-9 സ്ഥലത്ത് പണിയെടുത്ത പല മലയാളിമാരെ അവിടെ നിങ്ങൾ നിന്നെങ്കിൽ അതിന്റെ യഥാർത്ഥം അറിയുള്ളൂ. ഒരു സോപ്പ് വരെ എടുക്കാൻ അയക്കാത്ത കറക്റ്റ് മെസ്സ് സാധനങ്ങൾ ഉണ്ടാവും. ഇവിടെ നമ്മക്കെന്ന് വെച്ചാല് എല്ലാ സാധനങ്ങളും നമ്മളെ കടം മാതിരി വേണ്ടിയ സാധനങ്ങൾ എടുത്ത് പോകണം. അപ്പൊ നമ്മള് ഇവർക്ക് അതിനനുസരിച്ച് നമ്മൾ ഇതായി കൊടുക്കണം. പണിയെടുക്കണില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ കിടക്കുന്ന ഒരു കൺട്രോൾ ചെയ്യാം. അല്ല നമ്മളിവിടെ എല്ലാ പണിക്കാരെ എടുക്കണ ഇവിടെ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതല്ല വെറുപ്പത്ത് കരുതാത്ത നമ്മൾ ഇത്രയും കാലം പണിയെടുത്തിട്ട് സ്വന്തം കട എങ്ങനെ അതേപോലെ നമ്മൾ പെരുമാറിയിട്ടുള്ളൂ. കട ഈ ബില്ല് നോക്കിയേ എവിടെയെങ്കിലും നമ്മൾ പെപ്സി ഒരു വെള്ളം കുടിച്ച് അധികമായതിപ്പോ ഒരു വെള്ളം ഒരാളില്ലല്ലോ, നമുക്ക് 8-10-11 ആളില്ലേ. നമുക്ക് ഒരു ദിവസം 10 ആളും ആൾക്കാരെ ഇന്ന് ഇഷ്ടം എടുത്തിക്കണേ, ഇന്നലെ അസർബാഗ് എടുത്തിക്കണേ, മറ്റന്നാ അങ്ങനെ എടുക്കുമ്പോ എത്ര മാസത്തിൽ വരുന്നത് 160 പെപ്സിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വെള്ളിയാഴ്ച ആളെ വെച്ചെന്നോ, പുറത്തുനിന്ന് വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് മന്തിയായിട്ട് അന്നൊക്കെ ഒരു വലിയ വെബ്സി ഒരു ആയിലെടുക്കുകയാണെന്ന് ശരിയാ. ഞാനിത് ഒറ്റക്ക് പറയുമ്പോൾ നിങ്ങൾ മലയാളിയുടെ ആളാണ് അതാണ് പറയുന്നത്. കാര്യങ്ങൾ പറയാം, കാര്യങ്ങൾ പറയുന്ന അവസരം ഉണ്ടാക്കിയോ പണിയില്. ഈ മാസം പെരും ചൂടേനി, നമ്മളിപ്പോ ചൂടുന്നപ്പോ നമ്മൾ ആ വണ്ടി സാധനം ഇറക്കുന്നത് കണ്ടല്ലോ നിങ്ങള്. അങ്ങനെ ശരിയാണ്, എന്നാലും അതിനൊക്കെ ഒരു കൺട്രോൾ വെക്കണോ, എല്ലാരോടും ഒന്ന് ഇതായിക്കാണ്ടേ. നമ്മളെ തന്നെ കൺട്രോൾ വെക്കണം. അല്ല അങ്ങനെയാണ് നമ്മൾ ആയിക്കോട്ടെ കൺട്രോൾ വെക്കാം. പണി അതേപോലെ തന്നെ കൺട്രോൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞതല്ല അതല്ല നമുക്ക് വെച്ചാല് എന്നിട്ട് എങ്ങനെ അതേപോലെ അങ്ങോട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ മൂപ്പർ അത്രയും ഫ്രണ്ടിലേക്ക് നമ്മൾ തിരിച്ചങ്ങനെ അതേപോലെ ആയിരിക്കും. മൂപ്പർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളങ്ങനെ കയറും. എന്റെ കാര്യമല്ല പറഞ്ഞത്, മറ്റൊരു അങ്ങനെ ചോളോട് ചോദിച്ചു നോക്കി. ഞാൻ നമ്മൾ പെപ്സി വെള്ളം എടുക്കാനേ വരുന്നില്ല, ഭക്ഷണം ഫുഡ് ഉണ്ടാവും. എടുക്കണ്ടെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. എടുക്കണ ഭക്ഷണം നമ്മളോട് വേണ്ടിയമായി എടുക്കാന്ന് വെച്ചാല് നമ്മള് അധികം ഒരു ഓവർ എടുക്കുകയാണെന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. വേറെ ഒന്നും ഞാൻ പറയാനുള്ളത് നമുക്കറിയാലോ, നമ്മൾ ഇത്രയും കാലം അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്റെ കഥ എന്തേ ആ തെല്ലാജിലാണ് സാധനം ഇല്ലാതെ വെറുതെ ഓണാക്കിട്ട്. അപ്പൊ ഞാൻ റൂമിൽ നിന്ന് വരുമ്പോള് ഏസി ഓണാക്കി കിടക്കണേ, ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. എന്താ സംഭവിച്ചാൽ എനിക്ക് ഇങ്ങനെയല്ലൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ ശ്രദ്ധിക്കേണ്ടില്ല സംഭവം എന്താണെന്നുള്ളത്. പറഞ്ഞ പറ്റിയില്ല, എനിക്കെന്നല്ല ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ലേ. അത് ഞാന് എനിക്ക് എന്നോട് വെറുപ്പുണ്ടായിട്ട് പറഞ്ഞല്ലോ. നിങ്ങൾ വെറുപ്പുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് പറ്റിയിട്ടില്ല. ഏസി കടന്ന ഊപ്പർ എന്തായിക്കോളൂ, നമ്മളെന്താ കാട്ടണേ? ഇത്ര കാലമാത്ര പ്രതീക്ഷ നമ്മളോട്. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലല്ലോ. ഇത് നിലല്ലേ നമ്മളെ കുട്ടിയാക്കും, എന്റെ കുട്ടിയാക്കും. ഇത് തലയൊക്കണം എടുത്താണ്ട്. ഇത് ഇത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, മൂപ്പരും പറഞ്ഞിട്ടില്ല. മൂപ്പരിങ്ങനെ പറഞ്ഞ ഞാനൊന്ന് സൂചിപ്പിച്ചു നിങ്ങളോട്. അല്ലാതെ എനിക്ക് എന്നോട് വിഷമുണ്ടായില്ല, വെറുപ്പുണ്ടായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ് സൂചിപ്പിച്ച ഒന്ന് ഇവരൊന്ന് ഓർമ്മപ്പെടുത്തി. അതിന്റെ വിഷമം എനിക്കെന്നല്ല മറ്റവർക്കൊക്കെ ഒരു വിഷമം. നമ്മളാ പെപ്സിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ സംഭവം ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വിചാരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. നിങ്ങൾ എത്ര വെച്ചാൽ കൊണ്ടുപോയി കുടിച്ചോളി, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയാം, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ 10 ആള് ഡെയിലി ഇങ്ങനെ 10 പെപ്സി കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ലാഭമൊന്നുമില്ല. ഞാൻ മൊത്തത്തിൽ നഷ്ടമെന്ന് പറയാം. എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് ഫുഡ് വെക്കാൻ വരെ ഞാൻ നിങ്ങൾക്ക് ആളാക്കി. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ലോ നിങ്ങൾക്ക് അതിന് കഴിയൂല, സമയമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫുഡ് വെക്കാൻ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആളാണ്. നിങ്ങൾക്ക് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം മന്തിയായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എല്ലാവരും അഭിരുചിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും റൂമിലുള്ള കാര്യങ്ങൾ, വാഷിംഗ് മെഷീൻ, ടാപ്പ്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി അതിന്റെ മെയിൻ്റെനൻസ് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി. ഇതൊന്നും എവിടെ ഉണ്ടാവില്ല സാറേ.
ഇത് ഞാനൊരു പെപ്സി ഇട്ട് കുടിച്ചതിന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് എല്ലാവർക്കും നഷ്ടമാണ്. പിന്നെ എനിക്ക് ഇതിന് മാസം എന്തെങ്കിലും എത്ര ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു ഓരി നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയണല്ലേ, കിട്ടുന്നില്ലേ? അത് കിട്ടില്ല, കൊടുക്കില്ല. ഞാൻ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞ അതേമാതിരി കൊടുക്കുന്നുണ്ട്. ഒക്കെ സംഭവം ശരിയാണ്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുമ്പോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നോണ്ടാണ് ഇതൊക്കെ തന്നെ. ഇതൊന്നും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. ഞാനിതൊക്കെ പറഞ്ഞു. ഞാനൊരു 5-8 ആൾക്കാർ മലയാളിമാരെ കീഴിൽ പണിയെടുത്താണ്. ഒരു വെള്ളം ഒരു സോപ്പ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ശമ്പളത്തിന് കട്ടാണ്. അതൊക്കെ പേരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ മലയാളിയുടെ ആളാണ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ് തീരുമാനിച്ചാണ്. മലയാളിന്റെ പണിയെടുത്താണ് മകാലപ്പണി എടുത്തിങ്ങാണ്ടൊക്കെ ഞാൻ ഇതേമാതിരി മലയാളിയായിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ടോണ്ടുമാണ്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഇന്നത്തെ ഇവിടുത്തെ പണിക്കാരൻ നാളെ ഒരു മലയാളിയാണ്. അപ്പൊ അന്നേരത്ത് മനസ്സിലാവും കാലാകാലം ഞാൻ തൊഴിലാളിയായിട്ട് നിൽക്കണം എന്നുള്ള മനസ്സും മറ്റവരെ മുടിപ്പിക്കണം എന്നുള്ള മനസ്സെല്ലാം ഉണ്ടാകും. മറ്റവനുണ്ടാകണം, കൂട്ടത്തിലിരിക്കും വേണമെന്നുള്ള മനസ്സുണ്ടായി. ബാബു, ഞങ്ങളെ അമ്മ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ഞങ്ങളെ കട പോലെ സ്വന്തം കട എങ്ങനെ വെച്ചാൽ അതേപോലെ നമ്മൾ പെരുമാറിയിട്ടുള്ളൂ. ആർക്കെങ്കിലും ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് കിട്ടിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ആ കംപ്ലൈന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അല്ല. പക്ഷെ ഞങ്ങള് നിങ്ങളെ പറഞ്ഞില്ലേ നമ്മളൊരു പെപ്സി എടുത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നമുക്കൊരു ഒരു ഫ്രീഡം എന്ന വിശ്വാസത്തിന് പോലെ ഞങ്ങൾ എടുത്ത്. അല്ല ഇപ്പൊ ആദ്യം എടുക്കണ്ടെന്ന് ഞങ്ങൾ എടുക്കൂല. നിങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവരും തീരെടുക്കാണ്. മുമ്പ് എന്തൊക്കെ പറഞ്ഞോട് ചൂടിന് കാര്യമില്ല. മുസ്തഫ ഫുള്ളാക്കിയത് ഈ മാസമാണ്. എത്ര സാധനം വന്നത് ആ സമയം ഞങ്ങൾ അത്രയും ചൂടാണെന്ന് എടുക്കുമ്പോ എപ്പോഴും ഓരോ പെപ്സി കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ മുസ്തഫയിൽ പണിയെടുക്കുമ്പോ എന്തായാലും 4, 5, 6 ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് 6 ആൾക്ക് ആ ബോട്ടിൽ പെപ്സി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടം വരുമോ? എന്തെങ്കിലും ഒരു നഷ്ടം വരാനുണ്ടോ? പെപ്സി ബോട്ടിൽ വലുതായാലും ചെറുതായാലും ഒക്കെ സെയിം തന്നെയല്ലേ? പല ആൾക്കാരും പല സമയത്തിൽ എടുക്കണേ. നിങ്ങളെല്ലാരും കൂടി ആലോചിച്ചിട്ട് ഉണ്ടാക്കേണ്ടത്. ഇത് നിലനിന്നാലല്ലേ ജോലി ഉണ്ടാവുള്ളൂ, പെപ്സി എടുക്കാനും ജോലിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേ ഇപ്പൊ ഇവിടെ നിന്ന് ഓടിപ്പോയാൽ ജോലി കിട്ടുന്നൊക്കെ തോന്നാണ്. അത് ഇവിടെ പോയി നോക്കണം. അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്തോളി, പെപ്സിന്റെ വർത്തമാനത്തിലൊക്കെ നിങ്ങൾക്ക് വേറെ മാറി എവിടെയും പുറത്ത് പണിയെടുക്കണേ പോയി 5 6 മാസം പണിയെടുത്തോളി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെയാണ് നല്ലത് തോന്നുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇവിടെ പോകണം, നിങ്ങൾക്ക് ചാൻസ്. എനിക്ക് ഇങ്ങോട്ട് പുതിയ ആളുകൾ ഇന്റെ അടുത്ത ആളുകൾ ഉണ്ടായിരുന്നു, കണ്ടമാന ആളുകൾ പണി ചോദിച്ചു വരുന്ന ആളുകൾ. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയും. അപ്പൊ നിങ്ങൾ പോണോര് പോയിക്കോളെ. അസുഖമായി ഇവർക്കൊക്കെ കൊടുത്തിട്ട് ആർക്കാ പോകേണ്ട ചോദൊക്കെ പോയിക്കോട്ടെ. പെപ്സി കാര്യങ്ങള് പിന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള സ്പെഷ്യല് കാര്യങ്ങൾ ഓർമ്മിക്കാം. റൂമില് ഭക്ഷണം ആരാച്ചാൽ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. പുറത്തുനിന്നുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്ന ആളെ ഓനെ പറഞ്ഞാൽ സെറ്റ് ചെയ്താണ്ട് ഓനെ വിട്ടാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് അങ്ങനെ ആരൊക്കെ സമയം വെച്ചാല് ഉണ്ടാക്കിയാണ്ട് കഴിച്ചോളിന്റെ. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവരോട് ഞാൻ പറയാൻ പറ്റുള്ളൂ. എന്നാ നോക്കി ഞാൻ റൂം പോയി കണ്ടേ കേട്ടാ. എന്തൊക്കെ എത്തണോ? നല്ല എവിടെ നാട്ടില്? നാട്ടില് മലപ്പുറം തന്നെ. പിന്നെ ഇവിടെ എന്തെങ്കിലും പണി ചാൻസ് ഉണ്ടോ? ചാൻസ് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ 3 ആളുണ്ട്. പിന്നെ മുതലാളി നിൽക്കും. മുതലാളി ഇവിടെ പഠിക്കേണ്ട ആളുണ്ട്? മുതലാളി ഇപ്പൊ ഇവിടെ പുറത്തുണ്ടായിരുന്നു. അല്ല ഇവിടെ പഠിക്കേണ്ട ആളുടെ ആള് ഇവിടെ പഠിക്കുമ്പോ തന്നെ അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസുകൾ ആക്കി തരുമോ? മുതലാളി അവിടെ ഞാനിപ്പോ 6 മാസമായിട്ട് പണിയൊന്നുമില്ല, റൂമിൽ വെറുതെ ഇരിക്കണം. അപ്പൊ റൂമിലും ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് പറഞ്ഞാണ്ട് എനിക്ക് എല്ലാ പണി അറിയും ചെയ്യും. മുതലാളി ഇവിടെ പുറത്തുണ്ടോ? ഒന്ന് നോക്കി കളികള് തന്നെ. ഷവർമന്റെ ചിക്കന് ഒരു കാർട്ടൂൺ കൊടുത്തോ. നിങ്ങളെ മുതലാളി കൂക്കാന്റെ മുതലാളി ഇപ്പൊ ഒരു പണി ചാൻസ് എന്തെങ്കിലും ഉണ്ട്? ഞാൻ 5-6 മാസമായിട്ട് പണിയൊന്നും അതിനിപ്പോ നമ്മൾക്ക് സാധനം കൊണ്ടുതന്നെ വന്നു കാണുന്നത്. ഞാൻ ഇപ്പൊ സാധനം വേണ്ടത് ഇങ്ങനെ വിളിച്ചു പോയി ഞാൻ പറയാം ഇതൊക്കെ മോശമാണ്, കുറച്ചെന്തെങ്കിലൊക്കെ എത്തിക്കാൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ്. ഞാൻ 6 മാസമായിട്ട് റൂമിലിരിക്കാണ്. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര എവിടെ സ്ഥലം എവിടെ? ഞാൻ മലപ്പുറത്താണ്. എവിടെയാണ് എന്തെങ്കിലും പണി? ഞാനിവിടെ കിലോ 14 4-5 ആൾക്കാര് ഇപ്പൊ തന്നെ ഉണ്ട്, കഷ്ടിച്ചാണ്ട് ഒപ്പിച്ച് പോവാണ്. പൊതുവെ ഇപ്പൊ മറിച്ച് കൂട്ടിയത് ഇതൊക്കെ കൂടി ആയപ്പോഴേ
ഇൻഷാല്ല നോക്കാം. ഇപ്പത്തെ കണ്ടീഷനില് നമുക്ക് സാധിക്കില്ല. നിങ്ങള് വെറുപ്പൊന്നും കരുതണ്ട. ഭക്ഷണത്തിന്റെ ഇതാണ് 5-6 മാസമായിട്ട് പണിയൊന്നുമില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ പിന്നെ വരെ ഇൻഷാല്ല ട്ടാ. നമ്പറൊക്കെ ചോദിച്ചാൽ നമുക്ക് ആവശ്യം ഞാൻ അങ്ങോട്ട് വന്നാല് അല്ല ഇപ്പൊ ആവശ്യമില്ല. ഇപ്പൊ നമ്മള് നാളെ ഒപ്പിച്ചു പോവാണ്. ഇൻഷാല്ല പിന്നെ നോക്കാം ട്ടാ. ചവപ്പന്റെ ഒരു ഒറ്റയും 10 കോയും പിന്നെ സുജുക്ക് ഒരു ഒറ്റ എടുത്തോ. വേറെ വേണം പിന്നെ നമുക്ക് അടുത്തിനാക്കാം. ഇപ്പത്തെ കണ്ടീഷൻ വളരെ മറ്റേ നാളെ നമുക്ക് ഇൻഷാല്ല ട്ടാ. ഇത് നാളൊക്കെ ഉള്ള വലിയ രീതികളാണ്. വേറെ ഒന്നും മതി. അത് മതിയോ? നമുക്ക് ചിഹ്നത്തിലാക്കാം. ഞാൻ ഒന്ന് റൂം പോയാണ്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. മുജിബായി ആരോ? അറിയാതെ ഞാനിവിടെ ഒരു ബൂത്ത് തുറന്നു തന്നപ്പോഴേ അങ്ങനെ അയക്ക് ചാൻസ് ഉണ്ടോ നോക്കാവുന്ന 5-6 മാസമായിട്ട് പണിയൊന്നും ആയിട്ടില്ല. എന്നിട്ട് പോലെ എന്താ പറഞ്ഞേ? മൂപ്പര് പറഞ്ഞ ഇപ്പൊ അവിടെ ഞാൻ ഇപ്പൊ തുറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പോലെ 3-4 ആളുണ്ട്. അതിനുള്ള കച്ചവടേ ഉള്ളൂ. മദ്രസ കൂട്ടിക്കാണെന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ പോലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കച്ചവടം ആയി വരുന്നുള്ളൂ. അവിടെ തന്നെ പണിക്കാരുണ്ടേനു. അതിനുള്ള കച്ചവടമൊന്നും 6 മാസമായിട്ട് പണിയില്ലാതെ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടായിട്ടാണ്. നിങ്ങൾക്ക് ഈ കൈത്തൊഴിൽ പണി അറിയണ്ടല്ലോ. ബൂഫിന്റെ പണി ഇഷ്ടം പോലെ ചാൻസുകളില്ല. എന്നിട്ട് എന്ത് ചെയ്യാം? പക്ഷെ എവിടെ പണിയില്ല. ഇപ്പൊ ഈ മദ്രസ കൂട്ടിയതുകൊണ്ടൊക്കെ ലോകത്ത് ചെല്ലുമ്പോൾ കച്ചവടമില്ല, അതിനുള്ള കച്ചവടമില്ല, പണിയില്ല എന്നാ പറഞ്ഞല്ല. വേറെ എവിടെ അന്വേഷിച്ചു നോക്കില്ല? ഇവിടെ ജിദ്ദ മാത്രമേ അന്വേഷിച്ചുള്ളൂ. ഇവിടെ ജിദ്ദയിൽ തന്നെ. ഇവിടെ ഇപ്പൊ നമുക്കൊരു പരിചയം കാര്യമൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങള് മൂപ്പരോടൊന്ന് സംസാരിച്ചോ? ഞാൻ ചോദിച്ചോട്ടെ. പറഞ്ഞാലേ എല്ലാ പണി നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് മൂപ്പർക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു നോക്കാം. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. എന്നാലേ എന്റെ ആവശ്യം ആയിക്കോട്ടെ. എന്തൊക്കെ പാടെ സുഖം അറിയാൻ തന്നെയല്ലേ? എന്താ പാടെ അച്ചോടൊക്കെ? അങ്ങനെ വലൈക്കും സലാം. എന്തൊക്കെ പാടെ? തന്നെയല്ലേ? പിന്നെ ഇന്നലെ നിങ്ങൾ ഒരാൾ വന്നില്ല, ഒരു പണിക്കാരൻ. എന്താ ആള് നല്ല പണിക്കാരൻ ആളാണ്. എന്നോട് കുറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ 5-6 മാസം പണിയില്ല, എന്താ ചെയ്യാ? പണിക്ക് അറിഞ്ഞൂടെ അവിടുത്തെ അവസ്ഥ? എന്നാലും എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിലേ. പണി 6 മാസം പണിയില്ല. നാട്ടിൽ നിന്ന് 5 ആളെന്നെ ഇപ്പൊ ഉണ്ട് എന്നോട്. എന്നാലും എങ്ങനെയും എന്തേ ഒരു കോലത്തിലായിട്ട് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താനേ. ഒരാളെ കണ്ടോ നീക്കി ചേർച്ച് കണ്ടൊക്കെ ആയിട്ട് മോകടെ ഇജ്ജ് പറഞ്ഞപ്പോ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇജ്ജ് എന്നാല് നാളെ വരാൻ പറയും. ഞാൻ വിളിച്ചാണോ നിങ്ങൾ വിളിക്കുവാ? അല്ല, ഇജ്ജ് വിളിച്ചു പറഞ്ഞേക്കാം. ഇന്നലെ വന്ന നേരത്തെ വരാൻ പറയും. പിന്നെ ലാസ്റ്റ് അല്ല മുജിബായി, ഇപ്പൊ കുഴപ്പമില്ലാതെ നടന്നു പോകണ പരിപാടി. എല്ലാരും കൂടി ചക്കയും കഞ്ഞിയും കൂടി ആക്കുവാ. പണിക്കാരും കുത്തിത്തിരിപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇതുവരെ നിന്നോടൊന്നും അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും കേട്ടിട്ടില്ല. പരിചയമുള്ള ആളെന്നല്ല. പരിചയമുള്ള ആളാണ്. മസൂല് പറഞ്ഞാല് കണ്ടു പരിചയമുണ്ട്. പിന്നെ കാരണം നമ്മള് ഇതുവരെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇൻഷാല്ലാ എന്നായിക്കോട്ടെ. ഇൻഷാല്ലാ നാളെ വരാൻ പറയട്ടാ. ഓക്കെ. എന്താ പാട്? നമ്മളെ പുതിയ പണിക്കാരെ എന്താ പാട്? കുഴപ്പമൊന്നുമില്ല. സർഗത്തിന് ശരിയാവും. ആളിപ്പോ കാണാനില്ല. പുറത്ത് നിസ്കരിക്കാൻ പോയതാണ്. പോകാൻ കൊടുത്തില്ല. പള്ളിയിൽ പോയതാണ്. ഏതെങ്കിലും നമുക്ക് ഉഷാറായിക്കാണ്ടേ മെച്ചപ്പെടുത്തണം. ഒന്ന് ഉഷാറായിക്കോ. ശരിയാവും. ആള് വരുന്നുണ്ട്. വലൈക്കും സലാം. എവിടെ പോയിരുന്നു? ഇതൊക്കെ പാട് പ്രാർത്ഥനല്ല. ഏതായാലും നമുക്ക് ഒന്ന് ആളിപ്പോ ഒന്നുകൂടി കൂടിയേക്കാണ്. അപ്പൊ ഒന്ന് പുറത്ത് പോകണ ഇതിലേ ഒന്ന് ഉഷാറാക്കണം. ഉള്ള തമ്മിനെക്കാട്ടി ഒന്ന് കുറച്ചൊന്ന് മെച്ചപ്പെടുത്തണം നടത്താം. മാറ്റം വരുത്തിയാൽ ഈ തെല്ലാജൊന്നും ആ സൈഡിൽ മാറ്റം വരുത്തിയിട്ടെങ്കിൽ ഒന്നുകൂടി ആളുകളൊക്കെ പോകും. പട്ടിയിൽ ഇപ്പൊ കുഴപ്പമൊന്നും തോന്നണ്ട. ചെറുതായിട്ട് കുറച്ച് ഈ തെല്ലാജുകളൊക്കെ ഒന്ന് മാറ്റി അത് നിങ്ങളെല്ലാം കൂടി ആലോചിക്കാണ്ട് എന്റെ ഒരു തീരുമാനത്തിന് ആക്കണ്ട. ഇപ്പൊ മൊത്തത്തില് നമ്മളത് എല്ലാവരുടെ കൂടെയാണ് കട. ആ ഒരു ചിന്ത വേണം നിങ്ങൾക്ക്. ഞാൻ എന്നെ ഒരു മുതലാളിയായിട്ട് കാണണ്ട. ഏതായാലും നോക്കിയേ അങ്ങനെ പ്രത്യേകം ഓക്കെ. എവിടെ നിങ്ങൾ കുറെ നേരമല്ല പോയിട്ട്?
അനക്കെന്തേ ഞാൻ പോയനി? മോലാളി ഉള്ളപ്പോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നല്ല ചേർക്ക് ഇവിടെ ഇങ്ങനെ മുട്ടിത്തിരിയും. മോലാളിയാണ് പോയാൽ മോലാളിന്റെ വയറ്റിലാണ് പോകും. അതാണ് ഒരു പണിക്കാരന്റെ കഴിവ്, മനസ്സിലാക്കുക. അല്ല ഇവിടെ കിടന്ന് ഇങ്ങനെ പേറലല്ല. നിങ്ങൾ ഇവിടെ പണി എടുത്താലേ ഇവിടെ നിങ്ങൾക്ക് ശമ്പളം തരാണ്ടാവുള്ളൂ. അത് ശമ്പളം ഇതൊന്നല്ലല്ലോ തരണേ. ഞാൻ ഇവിടെ പണിക്ക് വരണേ. ഞാൻ ഒരു മിനിറ്റ് ഇവിടെ പണി ഉണ്ടോന്ന് ചോദിച്ചാൽ എന്നോട് എന്താ പറഞ്ഞത്? ഒറ്റടിക്ക് പണിയില്ലാന്ന്. അയച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ശമ്പളം കിട്ടുമ്പോ പറയേണ്ടത്. ശമ്പളം കിട്ടുമ്പോ ശമ്പളം വൈകണ ചോദിച്ചുമ്പോ അപ്പൊ മോലാളി എന്നോട് ചോദിച്ചു എന്താ മൂപ്പർക്ക് ശമ്പളം കൊടുക്കാൻ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശമ്പളം തരുന്ന ആളിച്ചല്ലേ? ഈ മാസം കൂടി ഒക്കെ തരുള്ളൂ. പിന്നെ ഒക്കെ ഇനി എനിക്ക് ശമ്പളം തരുന്ന ആള് ഞാനാവും. അത് നോക്കിക്കോ. അതാണ് ഒരു മനുഷ്യന് വേണ്ട കഴിവ്. ഇപ്പൊ എനിക്ക് തരുന്നുണ്ട്. ഇനി അടുത്ത മാസം മുതലൊക്കെ ഇനി ഞാൻ തരും. എനിക്ക് അങ്ങോട്ട് തരും. ഇവിടെ പണി എടുത്താണ്ടാവും. ഇജന്റെ പണി ഞാൻ പോയാലും നിങ്ങൾക്ക് ശമ്പളം ഇവിടെ നിന്ന് കിട്ടും. ഇജന്റെ പണി നോക്കിക്കോ. ഇന്റെ പണി നോക്കണ്ട. ഇവിടെ എടുത്താണ്ടാവും ബാക്കി. ആരാണെങ്കിലും പണി എടുത്താലേ ശമ്പളം ഉണ്ടാവുള്ളൂ. ഇജ് വെറുതെ വർത്താനം നിർത്തി കാണാൻ. ഇജ് ഞാനിവിടെ പണിക്ക് നിൽക്കണ്ടേ? ഞാൻ ഇവിടെ പണി എടുക്കുന്നുണ്ട്. എവിടെ പണി എടുക്കുന്നുണ്ട് പറഞ്ഞേ? ഇവിടെ പുറത്തു കൂടി നടന്നാൽ പണിയാവും. റഷീദ ഒരു മിനിറ്റ് വന്ന എന്തൊക്കെ പാട്? കച്ചവടമൊക്കെ എന്താ പാട്? കുഴപ്പമില്ല. നമ്മളെ പുതിയ ആളെ പണിക്കൊക്കെ എന്തൊക്കെ? പുതിയ ആള് അയാളെ കഥ പറയാത്തല്ലേ. എന്താ പോയി? നിങ്ങൾ ഉണ്ടാവുമ്പോ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ പോന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുറകെ തന്നെ അയാളും പോരുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. നിങ്ങളൊന്ന് നോക്കിയാളി. പുറത്ത് പോയിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താളി. എന്നിട്ട് മട്ടത്തിന് ചെയ്താൽ മതി. എന്താ വെച്ചെങ്കിലും ഞാൻ ഏതായാലും നാട്ടിൽ പോകണ്ടേ? സാറേ കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല. ആള് സാറുള്ള കാഴ്ചയില് ആളെ കാണേണ്ട ഇതെല്ലാം നോക്കണ്ടേ നമ്മള്. ആള് പണിയെടുക്കുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ടേ. ജോർക്ക് പോയിന്ന് ഞാൻ റൂമിലെ ഫാന് കംപ്ലൈന്റ് ശരിയാക്കി. സാറേ അപ്പൊ അവിടെ ഞാൻ കറണ്ട് ബില്ല് കുറച്ച് റൂമിലെ കറണ്ട് ബില്ല് ഞാൻ കുറച്ചായി. പിന്നെ ഞാൻ ഏതായാലും നാട്ടിൽ പോകാനൊന്നും കരുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വസൂലായിക്കാണ്ടേ ഇതൊന്ന് നോക്കി അടുത്തൊന്ന് സാറാക്കണം. അല്ല ഇജ്ജ് നടക്കണം. പഴയ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് എന്റെ വേഗത്തിൽ നിന്ന് സാറാക്കണം. ഇപ്പൊ ഞാനിവിടെ വലിയ ഇവർക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. ഒക്കെ ക്ലിയർ ആണ്. ഒരു ശമ്പളം ഒന്നും പെൻഡിങ് ആക്കരുത്. ഇല്ല ആർക്കും ഒന്നും കൊടുക്കാല്ല. ശമ്പളമൊക്കെ കറക്റ്റ് കൊടുത്താണ്ടി. അപ്പൊ എന്നെ ചോദിച്ചാണ്ടാണ് ഇപ്പൊ ഞാൻ പോണത്. ഒന്ന് സാറാക്കണം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ റൂം കണ്ടേ അപ്പൊ നോക്കി അടുത്ത് ബില്ലൊക്കെ ക്ലിയർ ആയിക്കാണ്ട് അവിടെ പഠിച്ചാണ്ട് പോര് കേട്ടോ. റഷീദേ, ഈ പറഞ്ഞ കേട്ടില്ലേ മുതലാളി? പിന്നെ എന്റെ മസൂലാണ്, മൂപ്പര് നാട്ടിൽ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി കേക്കേണ്ടി വരും. പിന്നെ എന്റെ ആ പഴയ എടുത്തുചാട്ടം നടക്കൂല. നാളെ മുതൽ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങുകയും ചെയ്യേണ്ടി. നമുക്ക് കച്ചവടം കൂട്ടണം. ഇതിന്റെ മുമ്പ് ഇവിടെ പണിക്കൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ ഞങ്ങള് സാധാ വരുന്ന നേരത്തെ വരും. അല്ല അത് പോരാ. പുതിയ നിയമങ്ങളൊന്നും ഇവിടെ കൊടുത്തുകാണ്ട് നടപ്പാക്കാൻ പറ്റില്ല. അത് മുതലാളി പോണതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് തീരുമാനിച്ചാണ്ടി. മുതലാളി കേറിയിട്ടൊന്നുമില്ലല്ലോ. അല്ല ഞാൻ എന്റെ ഉത്തരവാദിത്താണ് ഇനി. അതെ അങ്ങനെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതലാളി പറയട്ടെ നിങ്ങൾ നാളെ മുതൽ നേരത്തെ വരട്ടെ. ആ നേരത്തെ വരുമ്പോ അതിനനുസരിച്ചുള്ള ഇത് എന്താ കൂട്ടിത്തരേ എന്താ മട്ടം മുതലാളി തീരുമാനിച്ചോളൂ. മുതലാളി പറയണം. അത് മസൂല് നോക്കാനല്ല പറഞ്ഞിട്ടുള്ളൂ. അത് നോക്കിക്കളി. പഴയ വൈരാഗ്യം വെച്ചുകാണ്ട് ഉള്ള വർത്താനാണെന്നുണ്ടെങ്കിൽ അത് എനക്ക് നന്നാവില്ല. അപ്പൊ ഞമ്മക്കും അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. പേടിച്ചാ ഞാൻ ശരിയാക്കിയരാ. അല്ല ഞാൻ മട്ടത്തിനാക്കി തരും. എന്തൊക്കെ നാളേക്ക് പിന്നെ ഒരു 6 എട്ടി പെപ്സി, പിന്നെ 25 എട്ടി ഷവർമ എടുത്തോളിണ്ട്. 20 ഷവർമ, 6 എട്ടി പെപ്സി, പിന്നെ കസ് 3 എട്ടി എടുത്തോളിണ്ട്. പിന്നെ കേട്ടോ അത് മതി. ബാക്കി ഞാൻ രാത്രി നോക്കിയിട്ട് പുസ്തകത്തിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യണം. ബിൽ പൈസ വന്നാളെടുക്കാം. എത്ര ദിവസമാക്കാനുള്ള ആൾക്കാരുണ്ട്? എത്ര ബില്ല് അയക്കണം? ഒരൊറ്റ റുപ്യ കടലാത്ത സാധനത്തിന് കടയാണിത്. അത് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ആണെന്ന് 1 റുപ്യ വെച്ച് കടലുണ്ട്. ബില്ലിട്ട് ബില്ല് തന്നു പോകുന്ന ഇതാണ്. എത്ര ദിവസങ്ങൾ പൈസ ഒന്നുണ്ട്? സാധനങ്ങൾ ഇറക്കണില്ല. സാധനത്തെ പൈസ കച്ചവടത്തിന്റെ മോശം കൊണ്ടാണ്. കച്ചവടം ഇല്ല, കച്ചവടം തീരെ ഇല്ല. അതുകൊണ്ടാണ് കച്ചവടം സാധനം നമുക്കിപ്പോ അവിടുന്ന് നല്ലത്. എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല. ഞാൻ നാളെ മറ്റന്നാളായിട്ട് കുറേശ്ശെ അങ്ങനെ തരാന്നല്ലേ. എത്ര ദിവസങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ പറയണേ.
പിന്നെ എനിക്ക് പറ്റുമോ ഇല്ലേ ഞാൻ വേറെ ആളെ നോക്കണം. അതെന്താ കടിന്റെ ബില്ല് കുറച്ച് നിങ്ങള് കുറച്ച് തരാൻ കുറച്ച് ദിവസം കഴിയും. അങ്ങനെ ഞാൻ കുറച്ച് നമ്മളത് അസർബൈന്റെ ബന്ധത്തിന് പോലെ സഹായിക്കും പോണേ. ഞാൻ നിങ്ങൾക്ക് പരിചയമല്ല. ഇവിടെ കച്ചവടം അയാളുടെ ബന്ധത്തിന് പോലെ സഹായിക്കും ഒത്തിരി പൈസ പെൻഡിങ് ആയത് ഇച്ചോട്ട് പുറത്തിട്ടാണോ നല്ലത്? അത് തരണ്ടിച്ച് നാളെ സാധനം കൊണ്ടുവരില്ലേ? നാളെ നച്ചു ഇല്ല നാളെ കൊണ്ടൊരു സാധനം അല്ല നാളെ പൈസ തരാ. നാളെ തെരഞ്ഞു കൊണ്ടിരി. നോക്കാം നാളെ വന്നാക്കല്ലേ. എത്ര ബില്ല് വിട്ടു പോകണല്ലോ ഇവിടുന്ന്. അത് ആള് അസർപ്പാക്ക ആക്കിപ്പോയ ആള് അത്ര ശരിയല്ല. മനസ്സിലായി. കാരണം എത്ര പൈസ പെൻഡിങ് ആയി ഇവിടെ എത്ര ദിവസം പൈസ ഉണ്ടാക്കാലോ. മൂപ്പര് കുറച്ച് തരികയാണ്. എനിക്ക് എന്റെ പൈസ കിട്ടിക്കാണ്ട് ഞാൻ അസർപ്പാക്കാന്റെ ബന്ധത്തിന്റെ സാധനം എടുത്തോ. അത് ഫുള്ള് വാങ്ങിയെടുത്താലും അനക്കായി. എത്ര അസർപ്പാക്ക വരുമ്പോഴത്തേന് ചിലപ്പോ ഷട്ടർ ഇടാണ്ടി വരും. ഇച്ചല്ല നല്ല സംഖ്യ എന്നോട് നടക്കണം. ഞാൻ അസർപ്പാക്കാന്റെ ബന്ധത്തിൽ പോയിട്ട് സഹായിക്കില്ല. നമ്പറില്ലേ അസർപ്പാക്കാന്റെ നമ്പർ? ഇതൊന്ന് വിളിച്ച് ചോദിച്ചോക്കെ. മെസ്സേജ് വിളിച്ചോട്ടെ. വിളിച്ചു നിർബന്ധം. അറിയാതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ആ മൂപ്പരോട് പറയില്ല. ഏതൊരാളോട് ഒരട്ടം പറഞ്ഞു കൊടുക്കുക. നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ വെയ്ത്തല നടന്നാട് പറയേണ്ട ഒരു ആവശ്യം. എന്തൊക്കെ സുഖാണ്. എന്റെ നാട്ടിലെത്തി? ഇന്ന് രാവിലെ എത്തിയേ. എന്റെ കണ്ണുമൂർന്ന് ഒരു തെളിയില്ലല്ലോ. എന്താ നാട്ടിൽ പോയി എന്നിട്ടൊരു ഞാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നാണേ. എന്തിയെ സകല ബന്ധുക്കളും വിളിച്ചിട്ട് സുഖം തന്നെ. എല്ലാവർക്കും ബില്ല് പെൻഡിങ് ആണ്. ഒന്ന് പോയോ കടകാടിയില്ല. ആകെ ഇവിടെ കടിയില്ലോ? നല്ല കച്ചവടം ഉണ്ടല്ലോ. ഉള്ള ബില്ലുകാർക്ക് മുഴുവൻ പെൻഡിങ് ആണ് പൈസ. കച്ചവടം ഉണ്ടായിട്ട് എന്താ കാര്യം? ശമ്പളക്കാർക്ക് 3 മാസം ശമ്പളം കൊടുത്തിട്ടില്ല. ഞാൻ പോയ അന്ന് മുതൽ ശമ്പളം കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല കച്ചവടമാണ്. എപ്പോഴും എന്റെ പരിചയമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു കണ്ടാ വെച്ച് പോയത്. ഇപ്പൊ എല്ലാം കൂടി ചെയ്യുമ്പോൾ ഞാൻ നോക്കട്ടെ. നോക്കിയത് ഞാൻ രാവിലെ എത്തി. ഇതൊക്കെ പാട് കച്ചവടക്കാൻ എന്തു ഉഷാറാന്നായി പറഞ്ഞേ. ബന്ധുക്കളെ വിളിച്ചിട്ട് ബില്ല് കൊടുത്തിട്ടില്ല. എത്ര പേര് ആൾക്കാരെ വിളിക്കണേ. ഇവർക്ക് ശമ്പളം കിട്ടിയില്ല എന്നാ കൂടി പറഞ്ഞാണ്ട് കംപ്ലൈന്റ് ഉള്ള ചില്ലറൊന്നുമില്ല. 3 മാസങ്ങൾ പോയിന്റ് ദിവസമുള്ള ശമ്പളം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ ബന്ധുപേര് മൊത്തം എന്നോട് വന്നാണ് ചോദിച്ചാ. മുമ്പ് ഞാനായതുകൊണ്ട് എന്നോട് വന്നാണ്ട് ചോദിച്ചാ. ഷെരീഫായിയുടെ ഷെരീഫായി ഒക്കെ പോയി. എല്ലാവർക്കും സ്വന്തരവാണ്. പായി ചാരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അയാൾ ഇവിടെ കാണട്ടെ. അയാൾ ഇവിടെ നല്ല കച്ചവടമാണ്. ടൈമില് എത്ര ഇവിടെ നന്നായിട്ട് പണിയെടുത്തിന്റെ ആൾക്കാരാ. ഓലൊക്കെ പോയില്ലേ? നിങ്ങൾ ഇവിടുന്ന് കേറിന് അന്ന് തന്നെ പറഞ്ഞു കുറച്ച് രാവിലെ കുറച്ച് നേരത്തെ വരേണ്ടി. നിങ്ങൾ ഇവിടെ ഉള്ള ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അതേ മരുന്ന് എടുക്കണ്ട്. അതേ മരുന്ന് കച്ചവടം വരുന്നുണ്ട്. പിന്നെ ബന്ധുപേർക്ക് കൊടുക്കാനുള്ള പൈസ കൂടെ പോണ്ട്. കച്ചവടം നല്ല നടക്കണുണ്ട്. ബന്ധുപേർക്കും പൈസ ശമ്പളം കൊടുത്തിട്ടില്ല. ബന്ധുപേർക്കുള്ള പൈസയും കൊടുത്തിട്ടില്ല. പൈസ കൂടെ ഭയങ്കര വില. ഇവിടക്കായിട്ടുള്ള സാധനമല്ലല്ലോ. മൊത്തം കടകൾ മൊത്തം തൊഴിൽ നമ്മളെ കട മാത്രമൊന്നുമല്ലേ ഉള്ളത്. നമ്മളെ ഞാൻ എന്നെ വിശ്വസിക്കാണ്ട് ഇവരും കൂടി പറഞ്ഞതൊന്നും കേൾക്കാതെ ഞാൻ നാട്ടിൽ പോയി. അതാ എന്റെ അടുത്ത് വന്ന തെറ്റ്. ഞമ്മകത്ത് വെറുപ്പ്. ഇവിടെ ഒരാള് ഇന്റെ ഉത്തരവാദിത്തം ആണ്ട് ഏൽപ്പിച്ചപ്പോ എനിക്ക് സമാധാനമായത്. കാരണം ആ സമാധാനം ഇപ്പൊ മൊത്തത്തിൽ ആൾക്കാരുടെ സമാധാനം പോയി. അതുകൊണ്ട് എനിക്ക് സമാധാനമായപ്പോ തെറ്റിന്റെ അടുത്ത് പറ്റിയത്. അന്ന് പെട്ടെന്ന് ഞാൻ പിന്നെ വിശ്വസിക്കാണ്ടല്ലേ ഏൽപ്പിച്ച്. പെട്ടെന്ന് ഒരു പുതിയ ആള് അങ്ങനെ ഏൽപ്പിച്ചാൽ പാടുണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ ഒരു മസൂല ഇതെന്താ അതേ കടം വിട്ടാനൊന്നും അതിനെ കാണിച്ചാൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ള. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളങ്ങൾ ഏൽപ്പിച്ചു എല്ലാ ഉത്തരവാദിത്തവും. ഇതിലിപ്പോ എന്റെ തടി ഓക്കെയാണ്. ഞാൻ ഇവിടെ വരുന്നു, പണിയെടുക്കണു, പോണു. നേരം നോക്കി വരികയാണെങ്കിൽ ഇവിടെ കുത്തുന്ന സാധനം ഇവിടെ ബാക്കിയുണ്ടാകും. നിങ്ങൾ ആ കുറ്റിമുഖം നോക്കി. അത് പുറത്ത് നിൽക്കല്ല വിവരം കിട്ടുന്നുണ്ട്. നല്ല കച്ചവടം ഉണ്ട്. സാധനങ്ങളൊക്കെ ഫിനിഷ് കഴിഞ്ഞിട്ടാണ് കട അടക്കുന്നത്. ആൾക്കാർ ഇങ്ങനെ ഒരാളും രണ്ടാളല്ലല്ലോ. നമ്മളെ സ്നേഹിതന്മാരൊക്കെ പറഞ്ഞു സാധനം ഷവർമാണ് കഴിയണത് എല്ലാം കഴിഞ്ഞിട്ടാണ് കട അടക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത്ര വെൻഡിങ് വന്നോ? കച്ചവടവും ലാഭം കുറവായ സാധനം ഇവിടെ കാണില്ലല്ലോ. സാധനം എത്ര ഈ മന്ത്രി സാധനം ഇറക്കിയ ആ ബില്ല് എത്രയുണ്ട്. അപ്പൊ ഈ സാധനം വെറുതെ കൊടുക്കുക. നമ്മളിപ്പോ ഫസ്റ്റിലൊന്നല്ലോ. നമ്മളിവിടെ എത്രയോ കൊല്ലം പയക്കുള്ള കട ഞങ്ങൾ കൊണ്ടുനടന്നിരുന്നതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ. സംഭവം ഇതിന്റെ കഷ്ടത എന്റെ മസൂലിൽ തന്നെ നടക്കുള്ളൂ. അല്ലാതെ കുറഞ്ഞ പൈസ ഒന്നുമല്ലല്ലോ. ബില്ല് വന്നുപോയതൊക്കെ ഏറ്റെടുക്കണോ. ഇവരെ ശമ്പളം കൊടുക്കും വേണം. കച്ചവടം ഇല്ലാതെ കട കൂട്ടിയാലും വലതി വന്ന് കയറാൻ പറ്റേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ വസൂലാണ്.
ഇത് എനിക്ക് തരുമ്പോ ഒരു ബില്ലേക്ക് നമ്മൾ കടം കൊടുക്കാനില്ല, പണിക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ട്, വാട്ടർ ബില്ല് എല്ലാം കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് ഇജു ആന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ പോയിട്ടുള്ളത്. വന്നൊരു 3 മാസമായപ്പോ തന്നെ ഇങ്ങനെ ഒത്തുവാളെടുക്കാനുള്ള കാരണം എന്താ? അത് എന്റെ മസൂലിൽ തന്നെയാണ്. അത് ഇജ്ജ് തീരുമാനിക്കാം. മസൂല ഒക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും പരിചയമുള്ള അവനും കൂടി ഞാൻ ഇതായിക്കാണ്ട് അന്വേഷിച്ചുള്ള കാരണം എന്താണ്? എന്നുള്ള ഒരു വിശ്വാസമാണ്. പിന്നെ നമ്മളെ മുജീബായി പറഞ്ഞ ആളാണ് എന്നുള്ള കരുതിക്കാണ്ട് തന്നെ ചെയ്തത്. അതിനൊരു തീരുമാനം എടുക്കണം. എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത്രയൊന്നും പൈസ എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? നമ്മൾ ഇത്രയും ഈ ഇതോടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നടന്നു പോയിരുന്നത്. ഇതൊരു കാര്യം ചെയ്യേ, പിന്നെ ഇവരെ ശമ്പളം കൊടുക്കുക, എല്ലാം വലിയ പെൻഡിങ് ഉള്ളത് ലൊക്കെ ഒക്കെ ഏറ്റെടുക്കുക. മിക്ക മാസത്തില് ഒരു സംഖ്യ തരും ചെയ്യുമ്പോൾ ഇത് ആദ്യം തന്നെ എന്റെ ഉദ്ദേശം അതാണ്. സാധനം നമ്മള് ഇങ്ങനെ ഇതായിക്കാണ് സാധനം വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അതായിക്കോട്ടെ, ഇൻഷാ അല്ലാ. എല്ലാവരും മേഖലയിലുള്ള ഒരാൾ കാണണ്ടല്ലോ, നമ്മളെ വയ്യാതാക്കി എനിക്ക് കിട്ടിക്കോളും. അല്ലാതെ നമ്മളിത് നല്ല കണ്ടീഷനിൽ ഇത്രയും കൊല്ലം നടന്നിരുന്ന ഒരു സ്ഥാപനം ഇത്രയും ഇതൊക്കെ ആയത് നിങ്ങളെല്ലാം കൂടി നടത്തിക്കോളേ. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ പണിയെടുക്കൂല. നിങ്ങൾ എപ്പോഴും ഇറങ്ങണോ അതിന്റെ പിറ്റത്തെ ദിവസം ഞാൻ വേറെ പണി നോക്കി ഞാൻ പോകും. എനിക്ക് മൂപ്പരെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് പറ്റൂല. ഏതായാലും എനിക്ക് പെൻഡിങ്ങിനായക്കാണ്ട് എന്റെ കുട്ടികൾക്ക് വേണ്ട ചോറുന്ന തീരുമാനത്തിലെടുക്കുക. അതോ വെറും വർത്താനം കൊണ്ടല്ല എഴുതി ഇങ്ങനത്തെ വെറും വർത്താനത്തില് ഒരു അഗ്രിമെന്റില് വെച്ചാണ് ചെയ്യണം. ദേഷ്യപ്പെടാതെ എങ്ങനെ ഇരിക്കുക എന്റെ ബാബുവോ? എന്താ ചെയ്യാ? ഇത്രയും ചെറിയ പൈസ ഒന്നല്ലല്ലോ, അത് നാട്ടിൽ കണക്കൂട്ടിയൊക്കെ ലക്ഷങ്ങളെ ബാധ്യത വരുന്നതേ. ഞാൻ ഒരു കാര്യം ചെയ്തോളാം, ആയിക്കോട്ടെ. ഞാൻ ഏറ്റോളം ഈ കടങ്ങളൊക്കെ ശമ്പളങ്ങളൊക്കെ കടി ഞാൻ ഏറ്റോളങ്ങളിട്ട് ഞാൻ പിന്നെ ഏറ്റെന്നാണ് നിങ്ങൾക്ക് ഞാൻ സംഖ്യ മൊത്തത്തിലെടുത്തു. ഇത് സംഭവം എന്താ ഒരു നല്ല തീരുമാനത്തിൽ എടുക്ക്. സംഭവം ഇതങ്ങനെ ഒട്ട് ഇതായി കണ്ടു പോകാൻ പറ്റില്ല. നമ്മളായിട്ടുള്ളത് ഈ കടയും ഒന്നും ഇതാണ്ടാണ്. അതിനനുസരിച്ചുള്ള ഇതൊക്കെ എനിക്കും തരണം. അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പോവാണെങ്കിൽ കാണുമ്പോൾ കച്ചവടം ചെയ്തിട്ട് കാണാൻ കച്ചവടം ഇല്ലെങ്കിൽ ഓക്കെ, കച്ചവടം ഉണ്ടല്ലോ. ഈ സാധനങ്ങൾ ഡെയിലി ഇറക്കണ, ഈ സാധനമൊക്കെ എടുക്കണേ, വെറുതെ ചെവിയിൽ കൊടുക്കണ്ട ഇവിടുന്ന്. അതെന്താ വെച്ച് പറയാത്തെ? അനക്ക് ഒക്കണുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്, എന്റെ വിവരങ്ങളൊക്കെ നാട്ടിൽ ഞാൻ അന്വേഷണം ചെയ്തിക്കണം. പിന്നെ വെറുതെ ഏതായാലും ഉദ്ദേശം ഇതായിരുന്നു എന്റേത്. നമ്മൾ അന്വേഷിച്ചു, മറ്റുള്ളവരൊക്കെ ഇത്രയും പരിചയമുള്ളവരൊക്കെ നമ്മൾ ഒഴിവായിക്കാണ്ട് അന്വേഷിച്ച് വെച്ച് തന്നു. തെറ്റിന്റെ അടുത്ത് പറ്റി. ഏതായാലും ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഇത് തീരുമാനത്തിലായിക്കാണ്ടേ എനിക്ക് വീടറിയിക്കും. എനിക്കിപ്പോ കടയിലേക്ക് വരാൻ തന്നെ ഒരു താല്പര്യമില്ല. അസ്സലാമലൈക്കും. എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെ കുറച്ച് കടലൊന്നും ഞങ്ങളിങ്ങനെ പട്ടാണി മതി മതി മതി. ഇതുണ്ട് കുറെ ഉണ്ട്. നാട്ടു പോകണ്ട പറഞ്ഞിട്ട് നാട്ടു റേഡി അടിച്ചിക്കണേ. അടിച്ചിട്ടോ? റെഡിയായി. ചൊറയിലിരുന്നേ പോയും വരെ വേറെ രസമല്ലേ? നാട്ടിൽ തന്നെ നിൽക്കുമ്പോ അതൊരു ബോറാവില്ലേ? എന്തെങ്കിലും അഭിപ്രായം? ഉഷാറാണ്, അത് നല്ല തീരുമാനമാണ്. അപ്പൊ ഞാന് പിന്നെ ഒരു വണ്ടി നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു നാട്ടില് അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടാവും? നാട്ടില് അതായത് നമ്മളെ ചാമ്പണ ആൾക്കാരെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരാളെ ആൾക്കാർ ഇപ്പൊ നമുക്ക് ഇഷ്ടമാതിരി ഉണ്ട്. ഇപ്പൊ നമ്മളെ കിട്ടിയ സൈസ് ആക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. രണ്ടല്ല വിലക്കും ഉണ്ട്. നമ്മളെ അനീഫല്ലേ, പിന്നെ അനീഫാനായിട്ട് ബന്ധപ്പെടുത്തിണ്ടെങ്കിലേ എനിക്ക് അറിയുന്ന ആളാ, നമ്മളെ പരിചയക്കാരനാണ്. നമ്പർ ഒന്നും വേണ്ട, വിളിച്ചു പറഞ്ഞിട്ട് നമ്പർ ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഞാൻ വിളിച്ചോളാം. ഞാൻ ഓന് വിളിച്ചോളാം. അപ്പൊ പിന്നെ നിങ്ങള് നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേറ്റോ ബന്ധപ്പെടി. അപ്പൊ എന്താവുന്നോ, ഞാൻ ഓന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ആ നമ്പർ ഞാൻ കൊടുത്തോണ്ട് ഓങ്ങളത്തേക്ക് വന്നോളൂ. നിങ്ങളെ തെരഞ്ഞു വന്നോ. പ്രത്യേകിച്ച് പലതും ഉണ്ടാവും. അല്ല, ഓൻ നല്ല വണ്ടി. പിന്നെ ഓൻ അങ്ങനെ പൈസ ഒന്നും വാങ്ങൂല. ഓൻ നിങ്ങൾ ബ്രോക്കർ പൈസ തരാൻ കൊടുക്കൂല. നമ്മളൊരു സ്നേഹിതനാണ്, പരിചയക്കാരൻ, നല്ല അർത്ഥ ബന്ധാണ്. പിന്നെ അത് വേണ്ടി വിളിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ പോയിക്കൊണ്ട്. ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവനിങ്ങോട്ട് വരിക. എന്താ ചെയ്യാ? നിങ്ങൾ എനിക്ക് വോയിസ് വിടേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലെ നമ്പർ ഇങ്ങോട്ട് വിട്ടാൽ മതി. മറ്റേ ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടില്ല. ഇനി ഓനെ പരിചയമില്ലാത്ത ആളൊക്കെ അല്ലേ.
അപ്പൊ ഞാൻ ഓൻ നിങ്ങളത്തേക്ക് ഞാൻ വിട്ടോണ്ട് അതാ നല്ലത് ആയിക്കോട്ടെ കേട്ടോ. എന്നാ ശരി ഇൻഷാല്ലാ പിന്നെ കാണാം. ട്ടാ, മുജീബേ. അല്ല ചായ വെള്ളം അത് എന്തെങ്കിലും വേണ്ട, കുടിച്ചിട്ട് ഞാൻ പോവല്ലേ? കുട്ടിയെ കുറച്ച് സാധനം നമ്മള് വാങ്ങിക്കട്ടെ. ആയിക്കോട്ടെ, കുട്ടിയൊക്കെ വാങ്ങുമ്പോ നമ്മക്കൊക്കെ ഒരു നാളെ കേട്ടോ. ട്ടാ, മുജീബേ. അസ്സലാമു ഭായ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട്? എന്താ അൽഹംദുലില്ലാ റാഹത്താ, സുഖം തന്നെ. എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ട്? ചോടൊക്കെ അങ്ങനെ പോണ്, കുഴപ്പമില്ല. അത് ശരി. പിന്നെ നമുക്ക് പുതിയ ഒരു എരനെ വിട്ടു ഞാന്. ആയിക്കോട്ടെ. പിന്നെ ഇനിയിപ്പോ വേറൊരു കാര്യം പറയാനുള്ളതേ, ആ ഈ പുതിയ എരാൻ തന്നെ നല്ല പൈസ ഉള്ള ആളാണ്, നല്ല സംഖ്യ ഉള്ള ആളാണ്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്നെ നല്ല ഉഷാറുള്ള ആളാക്കിയാണ്ടാണ് എന്നെ വിട്ടിരുന്നത്. ആയിക്കോട്ടെ, പ്രശ്നല്ലേ. അഷ്റഫ് കോറാട് എന്നാണ് പേര്. ആ. അപ്പൊ അയാള് വരുമ്പോ വണ്ടിനെ പറ്റി ചോദിക്കാണ്, വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാളുണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഒരു കാര്യം പറയാനുള്ളത്, 3 ലക്ഷം നമുക്ക് തലേ കെട്ടിക്കൊള്ളു. 3 ലക്ഷമൊക്കെ ആ പ്രശ്നമല്ല. പ്രശ്നം എത്ര പൈസ കൂട്ടി വാങ്ങിയാലും മൂപ്പർക്ക് പൈസ ഉണ്ട് ഇഷ്ടമായി. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി എടുത്ത് കൊടുത്താലും ചെയ്താളുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതേ ഏറ്റു, അതേ ഏറ്റു. അപ്പൊ 3 ലക്ഷം തലേ കെട്ടിട്ട് കൊള്ളി. ഞാൻ പറഞ്ഞ എനിക്ക് പൈസ ഒന്നും വേണ്ടിയില്ല, ഈ കമ്മീഷൻ കൂടി വേണ്ടി വരില്ല എന്ന് പറഞ്ഞത്. ബ്രോക്കറേജ് വേണ്ടി വരില്ല. അത് പിന്നെ എന്തായാലും മൂപ്പര് തരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പൈസ ഉള്ള ആളാണല്ലേ? പൈസ ഉള്ള ആളാണ്. അപ്പൊ അവിടുന്ന് അത് 50, പിന്നെ കമ്മീഷൻ പൈസ ഒരു 50 ഉണ്ടാവില്ലേ? അതുണ്ടാവും. പിന്നെ വിൽക്കുന്ന ആളെത്തുന്ന ഒരു 50 കിട്ടൂലേ? അപ്പൊ പിന്നെ അത് നോക്കാം, നല്ല നോക്കാം, വണ്ടി നോക്കാം. ആയിക്കോട്ടെ. ഓരി വെക്കുമ്പോഴേ ഓർമ്മയാണ്, ഞാൻ ഒന്നായിട്ട് മുണങ്ങാൻ നിൽക്കരുത്. അതില്ല, അതുണ്ടാവില്ല. ഇനിയുള്ള ഇങ്ങനെയുള്ള ഇരകള് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായില്ലല്ലോ. പറയാ നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ സെറ്റാക്കി വിടും. എന്നിട്ട് നിങ്ങളിത് ഒറ്റക്ക്. ഓക്കെ, എന്നാൽ അഷ്റഫ് കോറാട് കേട്ടോ. ചെലപ്പോ ഞാൻ നമ്പർ എനിക്ക് വിട്ടുതരാം. ചെലപ്പോ മൂപ്പര എനിക്ക് വിളിക്കാരോ, ഇല്ലെങ്കിൽ ഒന്ന് മൂപ്പരെ വിളിച്ചു ചെയ്താളെ വിടരുത് ആളെ. ഓക്കെ, നമ്മളെ അടുത്തൊരാളാണ്. ചങ്ങായിമാരെ തന്നെ പറ്റിച്ചാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല അടുത്ത ആളെ പറ്റിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. എന്നാ ഓക്കെ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. അഷ്റഫായെ, നിങ്ങൾ എത്തിയില്ലേ? ഞാൻ എത്തി. ഞാൻ അവിടെ കണ്ടില്ല. ഇജ്ജ് ഇപ്പൊ എവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഈ ഇതില് ടെക്സ്റ്റൈൽസിലേ ഞാനിവിടെ നമ്മളെ മറ്റേ കടന്റെ അവിടെ ഉണ്ട്. ഉണ്ടോ? ആയിക്കോട്ടെ, ഞാൻ വരുന്നു. ഇപ്പൊ വരാം, ഒറ്റ സെക്കൻഡ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ സുഖല്ലേ? ഉഷാറ്. എന്താ നാട്ടിലൊക്കെ പോയിട്ട്? നാട്ടിലൊക്കെ പോയി വന്ന് അടിച്ചിട്ടാണല്ലോ. മഴയല്ലേ, പുറത്തൊക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വണ്ടി ഞാൻ ഏൽപ്പിച്ച നമ്മള് നല്ല സൈസാക്കി. നിങ്ങൾ അങ്ങനെ പറയുന്നത്? നല്ല സൈസ് എന്ന് വെച്ചാല് ഒരു 3 ഉറുപ്പ്യ കണ്ടറിഞ്ഞിക്കാണ്ട് അയിമ തന്നെ അവന് ചാർജ്. പിന്നെ അതിന്റെ പോരാത്തിന് കച്ചവട പൈസ ഒരു 2-3 ആളുണ്ട് അറിയിക്കാണ്ട് 50 ഉറുപ്പ്യ അത് അങ്ങനെ വാങ്ങി. 3.5 ലക്ഷം ഉറുപ്പ്യ നമുക്ക് ഈ ടൈമില് പോയി അറിഞ്ഞുകൊണ്ട്. ഞാൻ അത്രയും പക്ക ആളാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പുറത്തൊന്നും അന്വേഷിച്ചാലും ഒന്നില്ല. ചെന്നീനെ പറ്റി തന്നെ അതിലെടുത്തു കൊടുന്ന് അവനൊക്കെ ഈ വിളിച്ചറിഞ്ഞപ്പൊക്കെ റെഡിയാക്കി. ഒന്നും പിന്നെ ആളുകൂടെ ഒന്നും പറയണ്ട, എനിക്ക് ബാബു അത്രയും കണ്ടീഷൻ എന്റെ ഒറ്റ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്കത്തിന് ഞാൻ അതങ്ങനെ നോക്കാറ് പോകും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പിന്നെന്താ ഒന്നും പറയാത്ത, നിങ്ങൾ പറഞ്ഞു തീറ്റിച്ചിട്ടാ. ഓന അങ്ങനെ പൈസ കളിച്ചുള്ള ആളല്ലേ. പറ്റിച്ചെടിയുടെ കണക്കില്ലേ? അതെന്നെ പറ്റിച്ചതല്ല. ഓന് വലിയൊരു പങ്കാളിയാണെന്നുള്ളതാണ്. ഇത്രയും ഇത് എമൗണ്ട് ആകുമ്പോ അങ്ങനല്ല. ഞാൻ എമൗണ്ട് എനിക്കൊന്നും അറിയില്ല. നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഞാൻ എത്രയോ ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോ വണ്ടി എടുക്കാനും വേണ്ടിട്ട് ഓനെ വിടുന്നതാണ്. ഓനെ എത്തിക്കാണ്ട് വിടില്ല. ആരും ഇതുവരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. പിന്നെ ഓൻ അങ്ങനെ ഒരാളെ പറ്റിക്കുന്ന ആളല്ല. അത് എനിക്ക് ശരിക്കറിയാം. പിന്നെ എന്തെങ്കിലും 3 മാസത്തിനാണ് ഇപ്പൊ ഈ 3 ലക്ഷം ഒക്കെ അറിഞ്ഞുകൊണ്ട് പോയത്. അത് വേറെ കാര്യം. വണ്ടിയല്ലേ ഇപ്പൊ നമ്മള് നോക്കി എടുക്കുമ്പോ ചിലപ്പോ നല്ല വണ്ടി ആയിക്കാരം. പിന്നെ നമ്മള് പോകുമ്പോ എടുക്കലും സാധാരണ അസർവായി അറിഞ്ഞൂടെ. ഞാൻ പിറ്റേന്ന് തന്നെ സ്നേഹം വേറെ സ്നേഹം പറഞ്ഞു. അപ്പൊ അവര് മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ആളൊന്നും അല്ലേ കേട്ടോ. എനിക്കറിയില്ല ഇനി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും എനിക്ക് വിളിക്കുമ്പോ കാര്യമായിട്ട് പറയാ എന്തെങ്കിലും ചെയ്തു തരണം. വണ്ടി നല്ല വണ്ടിയൊക്കെ മോഡൽ. പിന്നെ ആളുകളെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബാക്കിൽ ആളുകൾ വന്നാണ്ട് ഇത് അത്ര കൂടി, ഇത് ഇത്ര കൂടി, ഇത് പെട്ട് എന്നൊക്കെ പറയല്ലേ. അത് നമ്മളെ നാട്ടിൽ സാധാരണയാണ്. അങ്ങനെ പറ്റിച്ചു 10-20 ഒക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു. ഇതിപ്പോ തൊട്ട് 2 ദിവസം കൊണ്ടേ
2 ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും സംഖ്യ വന്നിട്ട് പോയത്. അല്ല അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഏതായാലും പോണ്ടേ പോയി. ഇനി ഏതായാലും അങ്ങനെ ആൾക്കാർ നമ്പർ നമ്പർ കൊടുക്കുമ്പോൾ ഇങ്ങനെ സംശയമായി. ഇതിപ്പോ നിങ്ങൾ അങ്ങനെ ഒരു കമ്പനി ഒരു കൃഷിക്കാരാണെന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു പണി കൊടുക്കാതെ ഇപ്പൊ 2 ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ലക്ഷങ്ങൾ പറയണേ. അത് നമ്മളൊരു വിശ്വാസമില്ലാത്ത വർത്താനാട്ടോ ബന്ധം അങ്ങനല്ലല്ലോ. ആ ബന്ധം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. ആ വേറൊന്നും ആടും ഇങ്ങോട്ടൊന്നും അന്വേഷിക്കാനും പോകാനുള്ള പെരയിൽ ചെന്ന് പിറ്റേന്ന് ഞാൻ ചെക്കൻ മോനെയും കൂട്ടിക്കാണ്ട് പോയി നേരം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും കൂടി നോക്കാതെ ആ വണ്ടിയായിട്ട് പോകുന്നതാണ്. കാരണം എന്താ എന്നോടുള്ള ആ വിശ്വാസത്തിന്റെ പേരില. എനിക്ക് അനീഫാൻ അറിയൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇതിന് ഈ സംഗതി ഇനിയിപ്പോ നമ്മൾ രണ്ടാളും ഇതൊരു മോശമാണ്. നിങ്ങൾക്കും മോശമാണ്, എനിക്കും മോശമാണ്. കാരണം നിങ്ങൾ മാത്രല്ല അതിന്റെ കാര്യം പോയി. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആരോട് പറയണ്ട അവനോട് വിളിച്ചു പറഞ്ഞു. ഓനോട് ഞാൻ പറഞ്ഞോണ്ട് ഞാനും മുജുബായിനൊന്ന് കണ്ടു. നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താ കുറച്ച് പൈസ പോയത്. പൈസ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സങ്കടമില്ല. അത് ഇതിന്റെ പേരിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പൈസ ഉണ്ടേച്ചിട്ട് നമ്മള് എത്ര ചെലവാക്കണ്ടേ. പക്ഷെ ഒരു 10 രൂപ വീണ് പോയാക്കണ്ട അതിന് വേദന അല്ല. വെച്ചുണ്ടാക്കണോ എനിക്ക് അതിന്റെ അറിയുള്ളൂ. ഇതിങ്ങനെ ആൾക്കാരെ പറ്റിച്ചിടണവരും അതിനെ കൂട്ടിക്കണവർക്കും ഇത് അറിയില്ല. ഇതിന്റെ വിഷമം അറിയില്ല പൈസന്റെ. ശരി എന്നാല് ഇനി ആൾക്കാർക്ക് നമ്പർ കൊടുക്കുമ്പോഴും വിശ്വസിക്കാണ്ട് ഈ കാര്യം നിങ്ങളൊരു കാര്യം ഏൽപ്പിക്കണേ. അവരങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളും അതിലൊരു പങ്കാളിയാണെന്നാണ് എനിക്ക്. അല്ല പങ്കാളിയല്ല നിങ്ങൾ പറയുന്നത്. നമ്മളെ ഞാൻ മുജീബിനൊന്ന് കാണുന്നുണ്ട്. ആയിക്കോട്ടെ. ഹലോ അസ്സലാമലൈക്കും. അനീഫ അയാള് ഇവിടെ വന്നിനി. ഞാൻ പറഞ്ഞു അന്നിരുത്തിയില്ല അഷ്റഫ് കോറാടെ. അയാള് വന്നിട്ട് ഇവിടെ വന്നിട്ട് കൊറേ സങ്കടം പറഞ്ഞു. അത്ര അതൊക്കെ അങ്ങനെ അയാൾ അറിഞ്ഞു. അത്ര പൈസ തലക്കെട്ടുള്ളൂ ഒക്കെ എങ്ങനെയൊക്കെ പറഞ്ഞത്. ഏതായാലും അയാൾ കാര്യങ്ങൾ ഇവിടെ വന്നാണ് പറഞ്ഞത്. അയാൾക്ക് സംഗതി മനസ്സിലായിരുന്നു. ഞാൻ ഇത് അങ്ങനത്തെ ആളൊന്നുമല്ല തന്നെയാണ് ഞാൻ. പിന്നെ അങ്ങനെ വന്നാട് പറഞ്ഞ് പൈസ ആയിട്ടാണ് നാട്ടിക്ക് ചാക്ക് കണക്കിന് പൈസ ആയിട്ട് വരും. എന്നിട്ട് വന്നാട് പോടും. എന്നിട്ട് ഇവിടെ വന്ന് വീട്ടു കാര്യം അവിടെ കാര്യം ഓല് ബുദ്ധിക്ക് കളിക്കാത്തതിന് ഇപ്പൊ നമ്മളെന്താ ചെയ്യണേ. നമ്മളെ ബുദ്ധിക്ക് കളിച്ച് നമ്മളാ പൈസ വാങ്ങിച്ചു. എന്നായിക്കോട്ടെ നമുക്ക് അടുത്ത വരുന്നേ വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം കേട്ടോ. ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ വന്നടി. കുഞ്ഞുമോളമ്മായിക്കൊന്ന് വിളിച്ചാ ആ നമ്പർ എടുത്താണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കുഞ്ഞോള് എന്തൊക്കെ വർത്താനോ? നല്ല സുഖാണ്. ഇതിപ്പോ കഴിഞ്ഞ റമദാനിന് ഒരു ദിവസം ഒന്ന് നോമ്പ് പറഞ്ഞാണ്ട് അപ്പൊ പോയതാണല്ലോ ജി. ചെറിയനാളിലോ ജി വന്നില്ല. ഇപ്പൊ വലിയൊരുനാൾ ഇപ്പൊ 3 എണ്ണായി. ഞാൻ ഇന്ന് രാത്രി വരെ ഇപ്പൊ 3 ആളുടെ വരെ ഞാൻ എന്നെ കാത്തു നിന്നല്ലോ. ഇപ്പൊ വരും വിചാരിച്ചുകാണ്ട്. പിന്നെ എന്റെ ഇപ്പൊ പിന്നെ എനിക്കിപ്പോ ഉമ്മാനി പാപ്പ ഇവിടെ ഞങ്ങൾ 2 വയസ്സന്മാർ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളൊന്നും ഇപ്പൊ എനിക്ക് മാണ്ടേ. അതിപ്പോ ആ താത്താര് വന്നിട്ട് പോവാന്ന് പറഞ്ഞു ഉമ്മ. അപ്പൊ 2 താത്താര് ഇവിടെ വന്നിക്കണേ. ഉമ്മ 3ാമത്തെ ആളും കൂടി വന്നിട്ട് പോവാന്ന് പറഞ്ഞു. ഓലിപ്പോ ടൂറ് പോയതാണ്. ടൂറ് പോയി വന്നിട്ട് ഞായറാഴ്ചട്ടെ വരുന്ന് പറഞ്ഞു. അതിന്റെ ശേഷം വരാന്ന് നിൽക്കണ് ഞാൻ. ഇനിയിപ്പോ ഞായറാഴ്ച വരെ അപ്പൊ ആ ടൂറ് പോയാലും വരുമ്പോ തന്നെ എനിക്കൊന്ന് വന്ന് പോയിക്കൂടെ. മറ്റൊരു 2 ആളും അവിടെ ഇല്ലേ? അതിന് ഞാൻ ഉമ്മാനോട് ഇന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഉമ്മ ഒന്നും മിണ്ടിയില്ല. കുട്ടിനെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചു. അപ്പൊ കുട്ടീനോട് ചോദിച്ചപ്പോ ഉമ്മ ഓളെ വഴക്ക് പറയാ ചെയ്ത്. കുട്ടി കരഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് വന്നേ. ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകാനുള്ള പോലെ ഇപ്പൊ 2 നാത്തന്മാരെ എനിക്ക് ഇവിടെ ഉണ്ടല്ലോ. ഓലെ 2 ആളും പോയി. ഒരാളിപ്പോ ഇന്ന് വന്ന് ഇവിടെ വന്ന് മറ്റോളും ഇപ്പോഴും അവിടെ തന്നെയാണ്. ഞങ്ങളിപ്പോ അന്വേഷിച്ച് വരാനും എന്റെ ഏട്ടത്തി വരാനൊന്നും ഞങ്ങള് കാത്തു നിന്നിട്ടില്ല. ഓളെ പറഞ്ഞേക്കാണ് ആൾക്കാരൊക്കെ. ഇവിടെ ഉമ്മാക്ക് അങ്ങനെ പോണത് ഇഷ്ടല്ല. ഇന്നിപ്പോ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ ചോദിച്ചതിന് വലിയ നാത്തൂനത് കേട്ടുകാണ്ട് ഇന്ന് കൊറേ വാക്കറിഞ്ഞു. എനിക്കെന്തപ്പാ അർജന്റ് അവിടെ പോയി നിക്കാനേ എന്നൊക്കെ ചോദിച്ചതാണ്ട്. ഇവിടെ ഞാൻ അവിടെ വന്നിക്കണത് ആർക്കും ഇഷ്ടമില്ല. ഞാനിവിടെ ഒക്കെ ഇങ്ങനെ സഹിച്ച് നിക്കാണ്. ഇവിടെ അതിനകത്ത് വന്ന് നിക്കണില്ലല്ലോ. ഞങ്ങൾക്ക് അന്നൊന്ന് കാണാന് ആ കുട്ടികൾക്കും ഒക്കെ ഞങ്ങളെ കാണാനൊക്കെ ഒന്ന് പൂതി ഉണ്ടാവൂലേ. ഇവിടെ ഞങ്ങളെ അയലക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തേ ഓള് വരാഞ്ഞ്.
കുഞ്ഞോളെന്താ വരാത്ത ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ ഓലോടൊക്കെ സമാധാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓരോ ഇപ്പൊ തിരക്കായോണ്ട് ഇക്കാരം 2 ദിവസം കഴിഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞ്. ഇന്നിപ്പോ ഇപ്പൊ നിന്നോട് കുറെ നോളിച്ചുകാണ്ട് പറഞ്ഞിട്ട് കുട്ടി വന്നില്ല. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ അതിന് കുട്ടികൾക്ക് കൊണ്ട് വരാൻ ഭയങ്കര ഇഷ്ടമായി. എന്നാ പോണെന്ന് ഇങ്ങനെ ചോദിക്കണ്ടോല്. അപ്പൊ ഉമ്മ അതിന് സമ്മതം തരുന്നില്ല. അതാണ് എങ്ങനെ കാത്തിക്കാണ് ഞാൻ അതിന് വേണ്ടിട്ട്. നാത്തൂനിപ്പോ തന്നെ വാക്കറിയാണ്. നാത്തൂനിപ്പോ 2 ദിവസമായാലും വന്നിക്കണ്. നാത്തൂന് അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോവേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക, ഞാൻ അങ്ങോട്ട് വരികയെന്ന് ചെയ്താൽ അതിന് ഇഷ്ടാവില്ല. അപ്പൊ അതിന് തുടങ്ങും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയല്. എനിക്കിത് കുറെ ആയി ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നു. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും. ഓളാണെങ്കിൽ മാസത്തിൽ 25 ദിവസം ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്നിട്ട് പോവില്ല. എനിക്കെന്നാ സേതുവിനെ വിളിച്ചുമ്പോ ഒന്ന് പറഞ്ഞൂടെ എനിക്ക് ഇങ്ങനൊക്കെ ഉണ്ട്. എനിക്ക് വിളിച്ചപ്പോ ഞാൻ പറയലുണ്ട്. അതിന് ഇമ്മാൻ്റെതോ ഉപ്പാൻ്റെതോ പറയുകയാണെങ്കിൽ അപ്പം പോകട്ടാക്കും. പിന്നെ 2 ദിവസം വിളിക്കൂല, മുണ്ടൂല്ല, അങ്ങനെയാണ്. പിന്നെ അതിന്റെ വർത്താനം അറിയാൻ ഞാൻ ഉമ്മാനോട് അവളോട് ആരോടെങ്കിലും ചോദിക്കണം. അപ്പൊ ഞാൻ അത് പറയാൻ നിൽക്കലില്ല. അപ്പൊ ഓനും ഇത് അറിയിക്കും. അറിയാവും. എന്നിട്ട് ഇപ്പാന്റെ കുട്ടി എന്താ ഇതുവരെ ഇതൊന്നും പറയാഞ്ഞത്? ഒന്നുമില്ലപ്പാ. ഞാനിപ്പോ അവിടെ വന്ന് നിന്നാലും ഈ മക്കളായിട്ട് അവിടെ വന്ന് നിന്നാലും തന്നെയല്ലേ ഈ അവസ്ഥ. അത് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ്. 3 കുട്ടികളായില്ലേ, സഹിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ സഹിച്ച് നിൽക്കൊന്നും വേണ്ട. സേതുവിനൊന്ന് വിളിച്ചുമ്പോളേ ഇനി സേതു എനിക്ക് വിളിക്കുമ്പോഴോ നിനക്ക് വിളിക്കാൻ പറയണ്ടി. നിന്റെ അടുത്ത് ഓന്റെ നമ്പറും കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ഒന്ന് വിളിക്കാൻ വേണ്ടി പറയണ്ടി കേട്ടോ. ആയിക്കോട്ടെപ്പാ, ഞാൻ പറയണ്ടേ. ഇപ്പാന്റെ കുട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാട് പറഞ്ഞൂടെ ഉപ്പാനോട്. അപ്പൊ നമ്മക്ക് അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയൂടെ. ഓലിപ്പോ അങ്ങനെ ഒരു എന്നോട് ഒരു വെറുപ്പുണ്ടായിട്ടൊന്നും ആവൂല. അവിടെ ഓലി നോക്കാൻ ഒരാൾ വേണ്ട വെച്ചിട്ട് പറഞ്ഞതേക്കാരോ. അതിലൊന്നും വിഷമിക്കണ്ട. അതിപ്പോ ഞാൻ അവിടെ വന്നാലും നാത്തുമാർക്കൊന്നും ഇഷ്ടാവൂലപ്പാ. കുറച്ച് ദിവസമൊക്കെ നിൽക്കുമ്പോ കുഴപ്പമുണ്ടാവൂല. പിന്നെ എല്ലാവർക്കും ഇഷ്ടക്കേടന്നേക്കാരോ. അത് എല്ലാ നാത്തുമാരൊന്നും അങ്ങനെ ആവൂലടി. 1 2 ആൾക്കാരൊക്കെ ഇപ്പൊ അങ്ങനെ ഇരിക്കാറ്. അതിൽ അത്രേ കാര്യമുള്ളൂ. എന്നാലും ഇപ്പൊ അവനാന്റെ മക്കളെ ഏത് മാർക്കും വാപ്പാർക്കും കാണാൻ പൂതി ഉണ്ടാവൂലേ. ഓർക്ക് പോലെ മക്കളൊക്കെ വന്നപ്പോ ഓലൊക്കെ നല്ല സന്തോഷിക്കണില്ലേ. ഞാൻ ഒരു ദിവസം വരണ്ടപ്പാ. എനിക്ക് പോയി കിട്ടുമ്പോ ഒരു ദിവസം വരണ്ടേ. എന്നിട്ടിപ്പോ കേൾക്കാനായാലപ്പോ എനിക്ക് ഇല്ലപ്പാ, കിടക്കാനായിട്ടില്ല. ഞാൻ അങ്ങനെ പാത്രം മൂറി കൊടുക്കാണ്. ഞാൻ ഒരുപാട് പണികൾ കിടക്കാണ്. ഇനിയിപ്പോ എത്താ പണി? അത് ഞാൻ ഇനി തുടക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്. ഇതിവിടെ നന്നാക്കിടുമ്പോ അവിടെ അപ്പുറത്ത് കുട്ടികൾ നന്നായിട്ട് ഒരു കഥാക്കുന്നുണ്ട്. ഇനി അതൊക്കെ പോയി ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. മറ്റോലൊക്കെ എന്ത് അപ്പൊ നാത്തുമാരൊക്കെ? എല്ലാരും ഇന്ന് TV ആണ്. എല്ലാരും ഭക്ഷണം കഴിച്ച് അങ്ങനെ ടേച്ചർ പോയി. ആയിക്കോട്ടെ. അവര് എല്ലാരും കൂടുമ്പോ ഓലൊന്നും കൂട്ടത്തിൽ ഇരുന്നാണ്ട് വർത്താനം പറയേക്കാണ്. അവരുടെ കുട്ടി വേഗം പണിയൊക്കെ തീർത്താണ് പോയി കിടന്നോ. എനിക്ക് ഇതെല്ലാം കൂടി കണ്ടിട്ട് ഒന്നായിട്ട് ഈറൊടിച്ചുണ്ട്. ഞാൻ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞ് എവിടെയെങ്കിലും പോകും. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകല് പല കുട്ടി അങ്ങനൊന്നും പറയരുതേ. അതൊന്നും സാരില്ല. അതൊക്കെ എല്ലാവർക്കും അതൊക്കെ ഒരു കാലത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാലത്ത് അങ്ങനത്തെ ആളുകൾക്കൊക്കെ സുഖം കിട്ടും കേട്ടോ. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താമസിക്കും. പിന്നെ പല വൈക്കും പോണ ആളുകളല്ലേ. പല കുട്ടി ഇങ്ങോട്ട് വന്നില്ലേ. ഞങ്ങൾ 2 ആളും അങ്ങോട്ട് വരണ്ടേ. ഞാനും ഇനി അങ്ങോട്ട് വരണ്ടേ. എനിക്ക് കാലിന്റെ മുട്ട് വേദനയായിട്ട് എങ്ങോട്ടൊന്നും പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചെത്തിയത്. ഇമ്മാർക്കും വയ്യ. ഇമ്മാർക്ക് ഇവിടെ പേരിന് ഒരു ആടുകുട്ടിയുണ്ട്. ഓക്ക് അതിന്റെ വേക്കിൽ നടക്കാൻ ഓക്ക് നേരമുള്ളൂ. ഏതായാലും ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഞാനും ഈ കൂടി അങ്ങോട്ട് വരണ്ടേ. സേതു അതിന്റെ ഇടക്ക് വിളിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് വിളിക്കാനും പറയണ്ട കേട്ടോ. പിന്നെ ഇനിയിപ്പോ ആണ്ട് കുട്ടിന്നാലും ആ പണിയൊക്കെ തീർച്ചയായിട്ടും വേഗം കിടന്നു തുടങ്ങിക്കോളി. ഞങ്ങളാണ്ട് വരണ്ടേ. ഉമ്മ നീ വിളിക്കുകയാണെങ്കിൽ ഉമ്മാനോട് ഈ കാര്യങ്ങളൊന്നും പറയും വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തക്കാളി റേറ്റ് കൂടിക്കാൻ മാർക്കറ്റിലെ വില കൂടി. അതോ കടന്റെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടായേ. സാധനം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരട്ടോ. സാധനമൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. കച്ചവടം കൊണ്ടുവരാനുള്ളൂ. കൊണ്ടുവരാൻ പറ്റുള്ളൂ. നോക്കി കൊണ്ടുവരാം. ഇപ്പൊ പച്ചക്കറി മാർക്കറ്റ് പോയാണ്ട് പച്ചക്കറി എടുക്കാറുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? പ്രശ്നമാണ്.
പിന്നെ അപ്പൊ പിന്നെ എന്ത് ധൈര്യത്തിലൊക്കെ പോണേ പിടിച്ചിട്ട് നേരെ നാട്ടിൽ ഒരുപാട് ആൾക്കാരെ പിടിച്ചു പോയിണേ അപ്പൊ എല്ലാവരും പച്ചക്കറി അവിടെ പോയി എടുക്കലൊക്കെ നിർത്തിക്കാണല്ലോ. പിന്നെ ഇപ്പൊ ധൈര്യം നമ്മളെ ഉമ്മളാണ് ധൈര്യം. ഉമ്മാന്റെ കൈകള് റബ്ബിലേക്ക് ഉയർന്നോളം കാലം ഞാൻ തന്നെ പേടിക്കണം, നമ്മളെന്തിനാ പേടിക്കണം? അതെ, അല്ല അതൊരു സത്യാണ്. ഈ മാതാപിതാക്കളുള്ള ഒരു കാലേ ഓലൊരു പ്രാർത്ഥന തന്നെയാണ് മക്കളെ എന്നും ഒരു താങ്ങും താണല്ലോ. ഞാൻ വരാം. അസ്സലാമലൈക്കും. എന്തൊക്കെയാ സലാമായി? സുഖല്ലേ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എന്താ കഴിഞ്ഞോ? ഞാൻ കഴിഞ്ഞ ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് ബാക്കിയുള്ള അറിയില്ലല്ലോ. പിന്നെ തക്കാളിക്ക് വില കൂടി, തക്കാളി കൂടി. പക്ഷെ ഉള്ളിക്ക് തക്കാളിനെ പ്രശ്നം കസ്റ്റമറിന് തക്കാളിയാ വേണ്ടത്. അതിന് ഒന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ട് മാത്രയിലൊക്കെ വേണേ. തക്കാളി പൊതുവെ ഷോർട്ടാണ്. ഈ ഷോർട്ടുള്ള ടൈമിൽ തന്നെ മോശമായിക്കാണ് സാധനം. തക്കാളി ഒരു പോലെ തക്കാളിക്കാണെങ്കിൽ പെരും പേര്. തക്കാളി കണ്ട വില തന്നെയാണ്. ഓക്കെ. സാധ്യ 1200 8 എട്ടെണ്ണം. പിന്നെ വാത്തിന് 1000 ഒരു 5 അഞ്ചെണ്ണം. വേറെ പിന്നെ കുതാർ മുസക്കല് ഒരു 6 പിന്നെന്താണ് ബീഫ് വേണ്ട കവാൻ ഒരു 10 വണ്ടി പുറത്തു നോക്കിയാ ഒരു 2 ബീഫ് തുമ്പേ അത് കഴിഞ്ഞ് ഞാൻ കഴിക്കും. 4 സാധനം കൂടെ ഉള്ളൂ. വണ്ടി പുറത്തൊക്കെ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിരക്കുടിച്ചാണ്? ആർക്കൊക്കെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പറിലോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടയിലവിടെ എത്തിച്ചു തരും. എവിടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തിരക്കാക്കിയാണ്ട് ഇങ്ങോട്ട് വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തടത്ത് വേറെ ഇടങ്ങറായിട്ട് ആവശ്യമില്ല. എല്ലാ ഐറ്റംസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ആ ലൊക്കേഷൻ വിട്ടതിൽ നമ്മള് വണ്ടിക്കാര് അത് വിട്ടുതരും. നമ്പർ 05385963990.